കിടക്കണ എടാ മുഹൂർത്തത്തിന് സമയമായി, നീ പെട്ടെന്ന് വാ. പിള്ളേര് കളിയല്ല, കല്യാണമാണ് അറിയാല്ല. പെട്ടെന്ന് വാ. അയ്യോ എടി നീ എന്തോന്നല്ലേ ഇത് കാണിക്കണത്? കൈ പിടിച്ചോണ്ട് അങ്ങോട്ട്. ഇടി ഈ കല്യാണം നടത്തിയെന്ന് ഞാൻ ആരാന്ന് മനസ്സിലായ? പൂവച്ചൽ സുരേന്ദ്രൻ മുതലാളി. അല്ല, നിന്റെ കഴുത്തി താലി കെട്ടിയവനല്ല. മുതലാളി ഒരു വക വർത്താനം പറയരുത്. എനിക്കൊരു ജീവിതം തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ പറ്റിക്കണാണോ? പതുക്കെ പറയണ്ടേ, നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ നിന്നെ പ്രേമിച്ചിട്ട് ഞാൻ ഒളിച്ചു കിടക്കണം വിചാരിക്കൂലേ കേട്ടാതെ. എന്റെ ചെക്കൻ എവിടെ? നിന്റെ ചെക്കന്റെ കാര്യമാണ് ഞാനിപ്പോ ഫോണിൽ പറഞ്ഞത്. ബാക്കിയുള്ള 9 പേരെ കല്യാണം ഞാൻ നടത്തി കൊടുത്തല്ലോ. അവൻ ബ്ലോക്കിൽപ്പെട്ട് എവിടെ കിടക്കണമെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഇന്നിനി കല്യാണം നടക്കൂല. നിങ്ങൾ എന്നെ കെട്ടിക്കോ. ഞാൻ കെട്ടാനാ? അതൊന്നും ശരിയല്ല, അത് നടക്കൂല. അത് എന്നാ പിന്നെ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിക്ക്. എന്നിട്ട് വേണം ജയിലിൽ കിടന്ന് ഞാൻ ഉണ്ടാ തിന്നണ്ടേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചിട്ട് ശൈശവ നടത്തി കൊടുത്ത പിതാവ് അറസ്റ്റിൽ എന്ന് പത്രത്തിൽ വരുത്തിക്കാനല്ലേ? എന്റെ ദൈവമേ, എന്തൊരു കഷ്ടം നോക്ക്. ആറ്റൊരു കല്യാണം കഴിക്കാൻ വന്നിട്ട് എനിക്ക് മാത്രം ചെക്കനില്ല. അവിടെ ആരും ഇല്ല, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. അവിടെ ആരും ഇല്ല. ഇങ്ങോട്ട് അവിടെ ആരും ഇല്ലെന്ന് എനിക്കറിയാം. 500 രൂപയുടെ അയലേറെ ഇങ്ങനെ ഒന്ന് കരഞ്ഞ് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കഴിഞ്ഞാൽ തലയിലൊന്ന് കെട്ടി വെക്കന്നാ. ആരെങ്കിലും തലയിൽ കെട്ടി വെക്കാൻ ചുമ്മാടും വിറവുമല്ല കെട്ടി വെച്ചിട്ട് എടുത്ത് അങ്ങ് പോന്ന് പറയാൻ. മന്ത്രി വരുമ്പോ ഞാനിപ്പോ എന്തോ ചെയ്യുമോ എന്തോ. നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ കുത്തിയിരുന്ന് അടിച്ചു പൊളിച്ച് തിന്നും. എന്തോന്ന് മന്തി? കുഴിമന്തി വരുമ്പോ തിന്നണ കാര്യമല്ല. മന്ത്രി ഇന്നത്തെ ഫംഗ്ഷനിൽ വരുമല്ലോ. വരിവരിയായിട്ട് നിർത്തി ഫോട്ടോയൊക്കെ എടുക്കണ്ടേ നമുക്ക്? ഞാൻ പറഞ്ഞ ചെറുക്കൻ 2-2.5 മണിക്കൂർ ലേറ്റ് ആവൂല. പോരാന്നിന് 10,000 പേരുടെ ഫുഡും ഉണ്ടാക്കി വെച്ചേക്കണ് ഞാൻ. 1000 പേരുടെ സദ്യ ഉണ്ടാ? സദ്യ ഉണ്ട്. ചെക്കൻ വരുമ്പോ വൈകൂലേ? നമുക്ക് ആദ്യത്തെ പന്തിക്കിരിക്കാം. എന്റെ ബലമായ സംശയം, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണോ നീ വന്നത്, നല്ലൊരു സദ്യ കിട്ടാൻ വേണ്ടിയാണോ വന്നത്? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ഈ കല്യാണം കഴിക്കണ ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടി. ഒരു കാര്യം ചെയ്യ്, പോയി സദ്യ കഴി. ചെല്ലി അത്ര നേരം സ്വസ്ഥത കിട്ടിട്ട് പോ. ചെല്ലി. അയ്യോ, ഇതെന്തോന്ന് കയ്യില്? ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈയാ? ഇത് വെജിറ്റേറിയൻ സദ്യയല്ലേ? എനിക്ക് നോൺ വെജിലാണ്ട് ചോറ് തിന്നാൻ പറ്റില്ല. ഞാൻ സദ്യ കഴിച്ചിട്ട് വരാട്ടോ. എഴുന്നേറ്റിക്കാൻ വയ്യാത്തൊരു അമ്മച്ചെ കാലേ വാരി എറിഞ്ഞിട്ട് ആ കയറി പോണ സദ്യാലയത്തിനകത്ത്. എന്താടാ ആ പുള്ളി എവിടെ? ഏത് പുള്ളി? ഇവിടെ പൂ വെച്ചോണ്ട് ഒരു സുരാരൻ നിൽക്കുന്ന പറഞ്ഞാൽ ആരാണ്? എടാ, പൂവച്ച സുരേന്ദ്രൻ മുതലാളി. അത് ഞാനാണ്. നിങ്ങളാണോ? പിന്നെ എഴുതി വെച്ചോണ്ടാണ് പൂവച്ച സുരേന്ദ്രൻ. അയ്യോ, ഫ്ലെക്സിൽ ഒരു ഇല്ല് മിസ്സായി പോയി കേട്ടോ. ആണോ? എത്രയും പെട്ടെന്ന് എനിക്ക് കെട്ടാൻ എനിക്ക് മുട്ടി നിക്കണ്. കെട്ടാ മുട്ടിയിരിക്കണ സൈഡിലൊരു വാഴ ചരിഞ്ഞിട്ട് പിടിച്ച് കെട്ടിയിട്ട് വാ. ഇങ്ങനെ ഇറങ്ങി വാടാ. അത് എന്തോ കാര്യം പറ. അവിടെ ഭയങ്കര കുശുകുശുക്കല് കേട്ടായിരുന്നല്ലോ. എന്താണ് അവിടെ ഒരു കുശുകുശുക്കല്? ഇവിടുത്തെ ഒരു പയ്യൻ വന്നില്ലാന്ന്. ശരിയാണ്, ഒരു പയ്യൻ മിസ്സായി പോയി കേട്ടോ. അവ അങ്ങ് ടോളിലെ ബ്ലോക്കിൽ പെട്ട് കിടക്കണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ പെണ്ണിനൊരു ജീവിതം കൊടുക്കാം. ഇടേ, നിന്നെ കണ്ട് നല്ല മുഖപരിചയം. ഈ തുണ്ടിലുണ്ട് എന്റെ ഫുൾ ഡീറ്റെയിൽസ്. നോക്കിയാണ്. നിന്റെ പേരെന്തോന്നു പറഞ്ഞത്? തോട്ടത്തിൽ വീണു. എന്നിട്ടൊന്നും പറ്റിയില്ലടാ. എന്തുവാ? തോട്ടത്തിൽ വീണെന്ന് പറഞ്ഞു. തോട്ടത്തിൽ വീണെന്നല്ല, തോട്ടത്തിൽ വീണു. തോട്ടത്തിൽ വീണു. ഒരു കഴിഞ്ഞ മാസം വന്ന് രജിസ്റ്റർ ചെയ്തല്ലേ? ഞാൻ അന്ന് വന്നായിരുന്നു. നിങ്ങൾ എന്നെ ആട്ടിയിറക്കി കരയിപ്പിച്ച് വിട്ടായിരുന്നു. സംഭവം എന്തെന്നറിയാ? നമ്മൾ 10 പെണ്ണും 10 ആണുമാണല്ല. നേരത്തെ ആള് തികഞ്ഞു പോയി. നീ 11ാമതല്ലേ വന്നത്? അതാണ് പറഞ്ഞു വിട്ടത്. അതല്ല, 10ാമത്തവൻ വന്നില്ലല്ലോ. അതിന് പകരം 11ാമത് കിടക്കുന്ന എന്നെ 10ാമനാക്കിയിട്ട് ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരുവോ? കെട്ടിച്ചു തരാം. നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആണെന്ന് അറിയാൻ. പിന്നെ അറിയണം എന്തൊക്കെയുണ്ട് ഇങ്ങനെ സുഖം ജീവിതമൊക്കെ. നിന്റെ സുഖകരം ഉണ്ടാക്കാനല്ല ഞാൻ ചോദിച്ചത്. പിന്നെ നിനക്ക് ആസ്തി എന്തൊക്കെയുണ്ട്? അങ്ങനെയാണെങ്കിൽ എനിക്ക് നാട്ടിലൊരു പിടി മണ്ണുണ്ട്. ഗുഡ്. എത്ര ഏക്കറുണ്ട്? അങ്ങനെ ഏക്കറായിട്ടൊന്നുമില്ല. കന്യാകുമാരി പോയപ്പോ നമ്മളൊരു കവറിൽ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. അതുണ്ട്. കവറിൽ കുറച്ചും കൂടെ സ്ഥലം ഉണ്ടായിരുന്ന എന്തിനാ? വിവേകാനന്ദ പാറ കൂടി. ഒരു സംശയം, ഈ ആണ്ടുതോറും ഉത്സവം അല്ലേ നടത്തുന്നത്? നിങ്ങൾ ഈ ആണ്ടുതോറും എങ്ങനെയാണ് ഈ സമൂഹ സദ്യ നടത്തുന്നത്? സമൂഹ സദ്യ? സമൂഹ ഗാനം, സമൂഹ വിഭാഗം. അതെന്തിനാണ് നടത്തുന്നത്? സംഭവം എന്ന് പറഞ്ഞാലേ, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. പെങ്ങള്? വേണി. ഞാൻ നോക്കി നിക്ക പെങ്ങള് വളർന്ന് അങ്ങ് പടർന്ന് പന്തലി. അതെന്തോ പെങ്ങളെ ബഡ് ചെയ്തോ? ഈ ബഡ്ഡിയുടെ സാധനമാണ് പെട്ടെന്ന് വളരുന്നത്. ഞാൻ അലങ്കാരമായിട്ട് പറഞ്ഞാണ്. പെങ്ങള് വളരുമ്പോഴത്തേ ആങ്ങളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. കെട്ടിച്ചു പറഞ്ഞു. പിന്നെ എന്റെ ശ്രദ്ധ മുഴുവൻ പൈസയിലോട്ടായിരുന്നു. അപ്പൊ പെങ്ങളുടെ ശ്രദ്ധ? പെങ്ങൾക്ക് പൈസയിൽ ശ്രദ്ധയില്ലല്ലോ. സാധാരണക്കാരന്റെ ജീവിതം പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവൾ എങ്ങോട്ടോ ഇറങ്ങി പുറപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞത് ഏതോ ഓട്ടോക്കാരനോട് ഒളിച്ചോടി പോയി. ഏറ്റവും മെയിൻ അതായിരുന്നു. അത് എന്റെ ഡ്രൈവറാണ്, അവ അങ്ങനെ പറയുള്ളൂ. അത് ഞാൻ ഒരു കാര്യം പറട്ടെ, എനിക്ക് അങ്ങനെ പെണ്ണൊന്നും പെട്ടെന്ന് അങ്ങ് സെറ്റ് ആവൂല. എനിക്ക് ശുനകശാപം ഉണ്ട്. കന്നിമാസത്തിൽ ഒരു പട്ടി
പട്ടിയെ ഞാൻ കല്ല് പറക്കി എറിഞ്ഞ് അതിനുശേഷം ആദ്യരാത്രി അടുത്ത് വരെ എത്തും കല്യാണം അങ്ങ് മുടങ്ങുവാണെന്ന്. എനിക്ക് ആദ്യരാത്രിയെ കുറിച്ച് ഭയങ്കര സങ്കല്പം. യാത്രാത്രി എന്ന് പറയാം ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട്. അതായത് ഇവിടെ ആദ്യം കെട്ടിയില്ലേ ഒരുത്തൻ, അവൻ ഫ്രൂട്ട്സ് കടയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അവന്റെ റൂം നിറയെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കൊണ്ട് അലങ്കൃതമായിട്ട് ഒരു സെറ്റപ്പാണ്. രണ്ടാമത് കെട്ടിയവൻ പൂക്കടയാണ് ഇട്ടേക്കുന്നത്. റൂം നിറയെ വെറൈറ്റി പൂക്കളുണ്ട് അലങ്കൃതം. അതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ എന്നെ എന്റെ പെണ്ണിനെ ആർക്കും പിരിക്കാൻ പറ്റൂല. അത്രയ്ക്ക് നിങ്ങൾ ഡീപ്പ് ബന്ധമായിരിക്കും. അല്ല, എനിക്ക് ടാറിന്റെ പണിയാണല്ലോ ഈ പറഞ്ഞ സെറ്റപ്പ്. എന്റെ ബെഡ്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി കട്ടിലി ഒട്ടും അവസാനം കട്ടിലടി തീ ഇട്ട് കഴിഞ്ഞാൽ ഉരുക്കി രണ്ടിനെ ഉണ്ടാക്കാം. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടെ എങ്ങനെ പോവും? ഞാനേ ഇങ്ങോട്ട് ഹോട്ടലാ വന്ന് അങ്ങോട്ട് ഹോട്ടലിൽ പോവാം. എന്റെ പെൻസിൽ കയറ്റി വിടാം. കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ പൈസ ഉണ്ടായത്? അത് പണക്കാരന്മാരോ ട്രിക്കാണ്, വെളിയിൽ വിടാൻ പറ്റൂല. ഇല്ല, എന്താ? ഞങ്ങൾ വീടിന്റെ സൈഡിലെ മണി പ്ലാന്റ് വളർത്തണുണ്ട്. ചുമ്മാ ഇതൊക്കെ പറ. ഞാൻ മണി പ്ലാന്റ് ഒക്കെ വീട്ടിൽ വളർത്തി. എന്നിട്ട് പൈസ വന്നില്ല. വാവാ സുരേഷ് വന്നു. വീട് മൊത്തം ഇതങ്ങ് പടർന്നു വന്നിരിക്കും. എവിടെ നിന്നൊക്കെയാ പാമ്പ് വന്നേന്ന് ആർക്കറിയാം. കൂട്ടത്തിൽ വന്ന ഒരു പെൺപാമ്പിന് അച്ഛനോട് പ്രേമം. വാവാ സുരേഷ് എന്തൊക്കെ പറഞ്ഞെന്നറിയാം. പെൺപാമ്പിനെ വാലി പിടിച്ചോണ്ട് കൊണ്ടുപോയത്. കേട്ടാ മുട്ടി നിക്കിയല്ലേ, നടത്താം. ഈ ഡ്രസ് ഇട്ടോണ്ടാ കല്യാണം നടത്തുന്നത്? ഇതിനെന്തോ ഒരു കുഴപ്പം? നല്ല മന്ത്രി ഇപ്പൊ വരും, മന്ത്രി വരും. അതുപോലെ മുഹൂർത്തത്തിന് സമയം. ഈ പെണ്ണയൊക്കെ വിളിക്കും. ഈ ലോക്കൽ ഡ്രസ് ഇട്ടുകൊണ്ട് കല്യാണം നടത്താൻ പറ്റില്ല. എടാ, മിനിമം ഇത്ര ക്വാളിറ്റി ഉള്ള ഒരു കസവെങ്കിലും വേണ്ടേ ഒരു കല്യാണം? നോക്ക്, ഇതിന്റെ ഒരു ക്വാളിറ്റി വാങ്ങിക്കണം. കണ്ട നല്ല ക്വാളിറ്റി. എത്ര രൂപയായി? ഇത് 6500 രൂപ. ഇത് നോക്കണേ, എന്റെ കയ്യിലേക്ക് പോകണ്ട. ഒട്ടും ക്വാളിറ്റി ഇല്ല. അതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. സംഭവം വലിയ ക്വാളിറ്റി ഇല്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്റെടാ ഇത് എന്തുവാ? ഇത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. എടോ, നിനക്ക് നാണവും മാനവും ഉണ്ടോ? ഇത്രയും വലിയൊരു ഫംഗ്ഷനും ക്യാമറയൊക്കെ ഈ കൂറ കയ്യിൽ എടുത്തോണ്ടോ നിൽക്കുന്നത്? അയ്യോ, ഞാൻ അതാണ് ഇട്ടോണ്ട് വന്നത്. ഇവിടെ കള്ളം പറയില്ല. ക്യാമറയിലൊക്കെ നോക്കി. ഇത് ഞാൻ വീട്ടിൽ അല്ല, ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൈലിയാണ്. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. എനക്ക് മാജിക് അറിയാം. എനിക്ക് ഒരു മാജിക് പറഞ്ഞു. നിങ്ങൾക്ക് അൾസിമേഷൻ ഉണ്ട്. 3 എണ്ണം ഉണ്ട്. എന്തുവാ അൾസേഷൻ? അതല്ല, മറവിയുണ്ട്. പെണ്ണിനെ വിളിക്കാം. എടി സൗന്ദര്യ, ഓടി വാടി ഇങ്ങോട്ട്. പെട്ടെന്ന് വരാം. എനിക്ക് കെട്ടാമുട്ടി. സദ്യാലയം അവിടെ ഉണ്ടാ? സദ്യാലയം അവിടെ ഉണ്ട്. ചെക്കൻ എവിടെ? എന്റെ ചെക്കൻ വയലിലുണ്ട്. കണ്ടാ, മഹാരാജാസ് കോളേജിന്റെ വരദാനം കണ്ടാ. കോളേജ് പഠിച്ച ചെക്കനാ. വിളിക്കട്ടാ? കെട്ട്. നീ ഇത് എങ്ങോട്ടാ തിരിഞ്ഞിരിക്കണേ? അങ്ങോട്ടല്ലേ ഫ്രണ്ട് ഇങ്ങോട്ട്? അത് പറയണ്ടേ? ദൈവമേ, ഫ്രണ്ടും ബേക്കും അറിഞ്ഞൂടാത്തവൻ കല്യാണം കഴിച്ചിട്ട് എന്തോ ചെയ്യുമോന്നോ. എടാ, ഇങ്ങോട്ട്. നിനക്ക് കെട്ടാവുള്ള പെണ്ണാണ് ഇത്. എവിടെ നോക്കട്ടെ? നീ കെട്ടാൻ വേണ ചെറുക്കനാണ് അത്. കണ്ടാ? അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അറിയാല്ലേ? എങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഞാൻ പണ്ട് ടൈപ്പിന് മുമ്പ് എന്റെ പുറകെ സൈക്കിളും കൊണ്ട് ബെല്ലടിച്ച് നടന്നേച്ച വായി നോക്കിയാണ് എനിക്ക്. അന്നേ അവള് ഭയങ്കര ടൈപ്പായിരുന്നു. നീ അന്ന് എന്തേടി പറഞ്ഞത്? ഞാൻ നിന്റെ പിറകെ നടന്നപ്പോ ഈ നാട്ടിലുള്ള ഏത് പട്ടീനെ കെട്ടിയാലും നിന്നെ കെട്ടൂല. പട്ടീന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്റെ പട്ടി? എവിടെ? ആ പട്ടിയാണോ ഈ വന്നിരിക്കണത്? ഇത് ഞാൻ കല്യാണം നടത്തണ പട്ടി. കല്യാണം നടത്തണ മുതലാളി. എനിക്ക് എവിടെ വേണ്ട. എവിടെ കെട്ടുന്നതിന് എനിക്ക് വല്ല സുനിസൈഡും ചെയ്താ പോരെ? ചത്താ പോരെന്ന്. സൂയിസൈഡ് എന്നാണ് ആയിരിക്കാം. അന്ന് സതി എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നില്ലേ? എനിക്ക് അതിനെ മതി, ഇവളെ വേണ്ട. അവളെ കല്യാണമാണ് 5ാമത് കഴിഞ്ഞത്. ആണോ? എന്നാ ഈ കൂട്ടത്തിൽ എനിക്ക് ആ പച്ചസാരി കൊടുത്ത അതിനെ തരുമോ? അതൊക്കെ കെട്ടിപ്പോയടാ. എന്നാണ്ടിരിക്കുന്നതിന് അതാ അതിനെ തരുമോ? ഇതില് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ നിനക്ക് ഇത് നോക്ക്. അമ്മ, ആരെങ്കിലും പയ്യനെ നോക്കുന്നെങ്കിൽ എന്നെ കെട്ടുവോ? അയ്യടാ, നീ എങ്ങനെയെങ്കിലും കെട്ടിയെടുത്തോണ്ട് പോവാൻ നോക്കുന്നു. എനിക്ക് പറ്റൂല. എനിക്ക് പറ്റൂല. ഷെട്ടി വിളിക്കുന്നു. കളിക്കൊക്കെ പോണോ? ഷെട്ടി പുറത്തുനിന്ന് വിളിക്കുന്നു. ഷെട്ടി പുറത്തു നിന്ന് ഫോൺ വിളിക്കുന്നേ. ഈ കോളെന്ന് എടുത്തോട്ടാ. എന്റെ പാർട്ണറാണ് ഷെട്ടി. എടുത്ത് ഉറക്കെ സംസാരിക്കട്ടെ. ഹലോ ഷെട്ടി. അതെ, ഒരുത്തം വലിപ്പിച്ചിട്ട് പോയി. വേറൊരുത്തനെ കിട്ടിയേ. ആ കല്യാണം ഉടനെ നടക്കും. ഓക്കെ മെസ്സേജ് അയക്കുക. എനിക്ക് പുതിയ പെണ്ണിനെ താ. എനിക്കൊരു ചെക്കനെ തരുവാ. നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയത് പോലെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോളുണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചാ? കെട്ടിക്കാം. എനിക്കൊരു മോളുണ്ട്, ഭാമ. പക്ഷെ നടക്കൂല. എന്താ? 6 മാസം കടലിലും 6 മാസം കരയിലും ആണ് പെണ്ണ്. അപ്പൊ ഭാമയല്ല, ആമ. നല്ല നക്ഷത്രത്തിൽ ജനിച്ച കൊച്ചാണ് അവള്. അപ്പൊ നക്ഷത്ര ആമ. ഓടാ എഴിച്ച്. പെണ്ണിന് കപ്പലിലാണ് ജോലിയെന്ന്. പിന്നെ നാട്ടെ, നിനക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല മഹാരാജ കോളേജിൽ പഠിച്ചതാ ഞാൻ. മഹാരാജാസ് കോളേജിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് കണ്ടാ? മഹാരാജാസ് കോളേജ് കുളത്തൂപ്പുഴ. മഹാരാജാസ് കോളേജ് ഇല്ലേ? പിന്നെ മഹാരാജ കോളേജ് രാജാ സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് നടക്കുകയാണ് പെണ്ണ്. കെട്ടിച്ച് തരുവോ? നീ എങ്ങനെയെങ്കിലും കെട്ടാൻ നോക്ക്. ഈ സാഹചര്യത്തിൽ മറ്റേ ചെറുക്കൻ എന്തായാലും ബ്ലോക്കിൽ പെട്ടു പോയല്ല. മന്ത്രി വരും, മുഹൂർത്തത്തിന് സമയം. ടെൻഷൻ അടിപ്പിക്കല്ലേ. നല്ല ചെറുക്കനാണ്. 5 പവനാണ് ഞാൻ പറഞ്ഞിരുന്നത്. 5 കയറ്റിത്തരാം. 5 തരൂ.
കെട്ടാ കെട്ടാ കേറ് 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 വെപ്രാളമാടാ. കേറ് കേറ് അങ്ങോട്ട് കേറ് 5 പോക്കിട്ട് ബേബി. എടാ, എടാ. അയ്യോ ഇങ്ങട് അങ്ങോട്ട് പെട്ടെന്ന് എവിടെ കെട്ട് 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 എത്ര ഒരു മൂടില്ലടേ ഈ പൂജിനെ രസമില്ലെന്ന് ഇതിന് കാല് പിടിക്കാടാ. എടാ ആകെ 2.5 മിനിറ്റ് ഉള്ള കെട്ടറാ അങ്ങോട്ട്. അയ്യോ പാടാ കെട്ടറാ. കെട്ട്. എനിക്കൊരു പകരം വീട്ടിലുണ്ട്. അന്ന് നീ പിറകേണ്ടത് എന്താടി പറഞ്ഞേ? നീ കോഴിയാണെന്ന്. കോഴി ആരടി? ഞാൻ. അപ്പൊ ഞാൻ ആരടി? നീ സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാര്. ദൈവമേ കള്ളത്തരം പറഞ്ഞതിന് എന്നോട് പൊറുക്കണേ. ശരി എവളെ ഞാൻ കെട്ടിക്കോളാം. കെട്ട് 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 ഇനിയെങ്കിലും കെട്ട്. തീർന്നല്ല. എനിക്കെന്നാൽ ഈ മുഖം കണ്ടിട്ടാണ് ഈ കൂറ സെറ്റപ്പാണെന്ന് എവള് വേണ്ടെന്ന് എനിക്ക്. എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയൊന്നും വന്നില്ലല്ലോ പെട്ടെന്ന്. ആ. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങളും ചെയ്യോ? മുതലാളി നിക്കണം. അതെ അതെ. അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ കാല് പിടിയണം അങ്ങട്. വാ. കെട്ട അങ്ങോട്ടോ കെട്ടങ്ങോട്ട്. അച്ഛന്റെ സ്ഥാനത്ത് ഞാനുണ്ട്, സുരേന്ദ്ര മുതലാളി ഉണ്ട്. ധൈര്യമായിട്ട് കെട്ടിക്കോ. എനിക്ക് കെട്ടാൻ പറ്റൂല. ശ്ശോ. എന്തിനാ അടിച്ചത്? അച്ഛന് മക്കളെ അടിക്കാൻ ധൈര്യമായിട്ട് കെട്ട്. അയ്യോ. നീ എന്നിട്ട് എന്നെ അടിച്ചത്? ഞാൻ എന്റെ അച്ഛനെ തിരിച്ചു തല്ലാറുണ്ട്. എങ്ങനെയും കേട്ടോ. ഇനി 1/2 മിനിറ്റ് ഉള്ളി ഇറക്കാം. കെട്ട് കേട്ടോ. കെട്ട് 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 കെട്ട്. ആ വന്ന് 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 ഇവളെ കെട്ടാൻ പോണ ചെറുക്കൻ വന്ന്. ചെറുക്കൻ വന്നോ? ആ ചെറുക്കൻ വന്ന് ചെറുക്കൻ വന്ന്. കെട്ടട്ടാ, കെട്ടട്ടാ. മക്കളെ എവിടെയായിരുന്നടാ? മാമൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കുരുങ്ങിയല്ലേ. ആ ചെറുക്കന് കയറി വരാനുള്ള വഴി ഒരുക്കി കൊടു. ആ കയറി 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 വാ. ആ വാ വാ. അത് വഴി കയറി വരണം. ഇപ്പുറത്തെ കയറ്റി കൂടാ. ആ എന്റെ കല്യാണം കഴിക്കും. ആരോടാ പറഞ്ഞത് കെട്ടായി? ഞാനാ പറഞ്ഞ. ആരൊക്കെയാണ്? നിനക്ക് എന്തോ നിന്റെ കുഴപ്പമോടി? നിന്നെ കെട്ടാൻ മറ്റേ ചെറുക്കൻ വന്നിങ്ങനെ കണ്ടില്ലേ? അയ്യേ എനിക്കാ ലാഗേഷിന് വേണ്ട. രാകേഷ് അല്ല ലാഗേഷ്. എന്റെ മുതലാളി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചടങ്ങ് എന്താണ്? കല്യാണം. അന്ന് എന്നെ ലാഗടിച്ചു വന്നാ അവനെയൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തന്നെ ലാഗായി പോകൂലേ? എനിക്ക് എന്റെ വീട് ചേട്ടൻ മതി. വായിങ്ങോട്ട്. എടാ ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായ? എവരി ഡോ ഹാസ് എ ഡേ എന്ന് പറഞ്ഞത് കേട്ടാ? നിനക്ക് രാജകുമാരനെ പോലെ ഒരു പയ്യനെ കിട്ടിയെന്ന്. അങ്ങനെയല്ലടാ പൂവത്തിലെ പറഞ്ഞേ. തോട്ടത്തിൽ വേണു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.